കൊച്ചി ജെയിൻ സർവകലാശാല സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട മാധ്യമാനുഭവങ്ങൾ പങ്കിട്ട് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസും. വലിയ മാറ്റങ്ങളുണ്ടായ കാലത്തിലൂടെയാണ് ടെലിവിഷൻ രംഗം കടന്നുപോകുന്നതെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. വാർത്തകൾ വേഗത്തിലെത്തിക്കാൻ കഴിയും. എന്നാൽ സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന പല വിവരങ്ങളും വസ്തുതാപരമാണോ എന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ടെന്നും ആർ ശ്രീകണ്ഠൻ നായർ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു വാർത്ത എടുക്കുന്നുണ്ടോ ഒരു അപരാധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമുക്ക് പക്ഷേ അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് അത് അതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടേ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമ്മളൊരാൾ മരിച്ചു എന്ന് ഇപ്പോൾ ഞാൻ മരിച്ചു എന്നൊരു വാർത്ത കിട്ടിയാൽ ജോണി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യും എൻ്റെ ചാക്കാല നടന്നു. കാരണം അത് അല്ലെങ്കിൽ പിന്നെ ഞാൻ വിളിച്ചു ചോദിക്കത്തില്ല എന്താ ജോണി ഞാൻ മരിച്ചെന്ന് വാർത്ത കൊടുത്തെന്ന് ചോദിക്കില്ലേ. പല വാർത്താ ചാനലുകളും വെറും ബ്രേക്കിംഗ് ന്യൂസുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുകയാണെന്ന് മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് അഭിപ്രായപ്പെട്ടു. വാർത്തകൾ കേവലം വിവരങ്ങൾ എന്നതിലുപരി ലേറ്റസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ് എന്ന രീതിയിൽ സമഗ്രമായി ജനങ്ങളിലേക്ക് എത്തണമെന്നും ജോണി ലൂക്കോസ്. ഇപ്പോൾ ഈ 24 മണിക്കൂറും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ബ്രേക്കിംഗ് ന്യൂസ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സ്റ്റുഡിയോയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ആരവത്തിലേക്ക് ടെലിവിഷൻ്റെ ഇത് മാറി എന്നുള്ളതാണ്. പ്രോഗ്രാമിനൊന്നും അപ്പോയിൻമെൻറ്റ് വ്യൂയിങ് ഇല്ല. അതുകൊണ്ട് പ്രോഗ്രാംസ് തന്നെ മിക്കവാറും ന്യൂസ് ചാനലുകളിൽ ഇല്ലാതായി. ഉണ്ടെങ്കിൽ തന്നെ അത് വല്ലപ്പോഴും മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒന്നായി. പ്രൈം ടൈം അതിന് കിട്ടത്തില്ല. എല്ലാവർക്കും വേണ്ടത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ലേറ്റസ്റ്റ് ദ ഗ്രേറ്റസ്റ്റ് എന്ന് മാത്രമാണ്. മാധ്യമരംഗത്തെ ദശാബ്ദങ്ങൾ നീണ്ട തങ്ങളുടെ അനുഭവ സമ്പത്തും വാർത്താ അവതരണ ശൈലിയിൽ കാലാകാലങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും ഇരുവരും സംവദിച്ചു.